ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ വരവൊക്കെ. പരീക്ഷയിൽ ഫുൾ മാർക്ക്. ട്യൂഷൻ ക്ലാസ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. റോസാപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പൊ ഗൈസ്, റോസാപ്പിലെ ട്യൂഷൻ ക്ലാസ് ഉണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. റോസാപ്പ് എത്താൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇവർ സ്കൂളിലെ പ്രിൻസിപ്പളുമായിട്ടൊന്ന് മീറ്റ് ചെയ്യും. എങ്ങനെയാണ് പ്രോഗ്രാം നടത്തുന്നതെന്ന് പ്രസന്റ് ആക്കും. അതിനുശേഷം ആ സ്കൂളിലെ ടീച്ചേഴ്സിന് 3 മണിക്കൂർ സെഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യും. അതിൽ പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് അവർ അസസ്മെന്റ് ചെയ്യേണ്ടതെന്നും അവർക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്നും അവർക്ക് എങ്ങനെ ട്രെയിനിങ് ചെയ്യേണ്ടതെന്നും എന്നുള്ള സബ്ജക്റ്റിനെ ആസ്പദമാക്കിയിട്ട് ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് എന്ന പ്രോഗ്രാം എന്നുള്ള ടോപ്പിക്ക് ഇവർക്ക് 3 ഹവേഴ്സ് സെഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ടീച്ചേഴ്സ് അസസ്മെന്റ് നടത്തിയാൽ കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് പഠനത്തിൽ പിന്നോട്ടമുള്ള കുട്ടികൾ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, പഠിച്ചതെല്ലാം മറന്നു പോകുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ലിസ്റ്റ് HMന് പ്രസന്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്നുള്ള ലിസ്റ്റ് HMന്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് ഇവർക്ക് RCI അപ്രൂവ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വെച്ചിട്ട് ട്രെയിനിങ് കൊടുക്കും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഗ്രൂപ്പ് ക്ലാസ് അല്ല, 1-to-1 ആയിട്ട് ഓരോ കുട്ടികൾക്കും ക്ലാസ് ഇവര് പ്രൊവൈഡ് ചെയ്യും. നമ്മളെ കുട്ടികളെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കണ്ടേ. ഇത് ഒരു ഓൺലൈൻ ട്യൂഷൻ ആപ്പാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇൻസ്റ്റഗ്രാം ID കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. കയറി നോക്കിക്കോളൂ. സാറ് പറഞ്ഞ സെയിം പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഒന്നും കൂടെ നമുക്ക് അവരുടെ പ്രോബ്ലം ഇതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷനിലൂടെ പറ്റി. ഇതൊരു നല്ലൊരു സെഷൻ ആയിരുന്നു. ആസ് എ ടീച്ചർ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം ടു നോ യുവർ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലുള്ള കുട്ടി എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം ടീച്ചർ അറിയേണ്ടത്. ക്ലാസ്സിൽ ഇതുപോലത്തെ ഒരുപാട് കുട്ടികളെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴാണെങ്കിലും സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വേർഷനാണ് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത്.